മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് മെമ്മറി കൊണ്ടാണ്. ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അത് മെമ്മറിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അത് മെമ്മറി എന്നല്ല. അല്ല. അപ്പോൾ ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് വ്യത്യാസം ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ പരിശോധിക്കും, എന്തുകൊണ്ട് കൂടുതലുണ്ടായി, എന്തുകൊണ്ട് കുറവുണ്ടായി. പിന്നെ ഇതിൻ്റെ മീഡിയം ലെവൽ, ഈ മീഡിയം ലെവലാണ് ഇതിൻ്റെ റണ്ണിങ്. മനസ്സിലായോ? കിട്ടിയില്ല. അതായത് ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഫോക്കസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഇപ്പം നമ്മൾ ഒരാൾ രാഷ്ട്രീയം പറയുന്നു, അല്ലെങ്കിൽ മതം പറയുന്നു, മതവിശ്വാസത്തിൻ്റെ ഭാഗത്ത് പറയുന്നു. ഈ മതവിശ്വാസത്തെ പറ്റി പറയുന്ന ആളുടെ അടുത്ത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വിശ്വാസം വിട്ടുപോകും. മനസ്സിലായോ? വിട്ടുപോകും. മനസ്സിലായോ? ഇയാളുടെ പൊട്ടത്തരങ്ങളൊക്കെ വിട്ടുപോകും. പക്ഷേ ഇയാൾ സമ്മതിക്കില്ല. കാരണം ഇയാളുടെ തീവ്രമായിട്ടുള്ള ആ ഒരു തീരുമാനം, അഹങ്കാരം കൊണ്ട് മാത്രമുണ്ട്. ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല കേട്ടോ അവിടെ. ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, വെറും അഹങ്കാരമാണ്. പക്ഷേ അത് സമ്മതിക്കാൻ തയ്യാറാവും. അല്ലല്ല. ഇപ്പം നമുക്കൊരു എന്തൊരു സ്ത്രീയോട് ശാരീരികമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റാണ്. മനസ്സിലായി? അത് അറ്റാച്ച്മെൻറ്റാണ്. മനസ്സിലായി? ഇപ്പം നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്ന താല്പര്യം അറ്റാച്ച്മെൻറ്റാണ്. ഈ അറ്റാച്ച്മെൻറ്റ് തന്നെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെത്താൻ പോയിക്കോളും. അതിനകത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ മറ്റേ വിശ്വാസം പോകുന്നത് കാണുന്നത് കൊണ്ട് ഈ വ്യക്തി അത് ചെയ്യത്തില്ല. ഒരു വ്യക്തിയുടെ നാശത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം വിശ്വാസമാണ്. നഷ്ടപ്പെട്ടു പോകും, വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായോ? അത് ഈ സെക്ഷുവൽ സുഖത്തിൽ ആ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ചെയ്യത്തില്ല. മനസ്സിലായോ? അത് ചെയ്യത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ മദ്യപാനത്തിൽ നിന്ന് മാറിപ്പോവും എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇത് ചെയ്യത്തില്ല. കാരണം അവരുടെ ധാരണ എന്താണ്? ഇവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മദ്യപിക്കുന്നതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നില്ലെന്നുള്ള തീരുമാനമാണ്. മനസ്സിലായി? അതുകൊണ്ട് അവരുടെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇവർ ചെയ്യത്തില്ല. മനസ്സിലായി? പല ആൾക്കാരും ചെയ്യത്തില്ല, അവർക്ക് താല്പര്യമില്ല. മനസ്സിലായി? കാരണം അവരുടെ തീരുമാനത്തിനാണ് ഇമ്പോർട്ടൻസ്. കാരണം സുഖം കിട്ടി, ആ സുഖത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. അല്ലാണ്ട് ജീവിതത്തെ അവരെടുക്കുന്നില്ല. ഇത് നമ്മളെ ആരും പഠിപ്പിക്കണ്ട. തന്നെത്താൻ തെളിച്ചം കിട്ടുന്ന ഭാഗം, ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതല്ലേ, എൻ്റെ ശരീരം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഭാഗം, അത് കിട്ടിയാൽ പോരെ. വേറെന്താ വേണ്ടത്? എൻ്റെ ശരീരം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കൊള്ളാം, ഓക്കെ, ഫൈനായില്ലേ, സിമ്പിളായില്ലേ? പക്ഷെ ഈ പറഞ്ഞ ഒരു ഭാഗം, അതായത് വിശ്വാസത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ വിട്ടുപോകുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനോട് വിമുഖത കാണിച്ചു നിൽക്കുന്നത്, ആ ഭാഗമാണ് ശരിക്കുള്ള പ്രശ്നം. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം വിശ്വാസം ഉള്ളത് കൊണ്ട് ഗുണമുണ്ടാവും, ഒരു ഗുണവുമില്ല, വിടാനൊട്ട് പറ്റുന്നുമില്ല. മനസ്സിലായി? അനുഭവം അറിയുകയും ചെയ്യാം, പക്ഷെ അതിന്ന് വിട്ടുപോകാനും പറ്റും. അതെ, അനുഭവത്തിലെത്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പായി. മനസ്സിലായി? പക്ഷെ ഈ ഉറപ്പിൽ നമുക്ക് കുറേ അനാവശ്യമായിട്ടുള്ള കുറേ ബന്ധങ്ങൾ പോവും. മനസ്സിലായി? അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പോവും. മനസ്സിലായി? പക്ഷെ അവിടെ അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യോ എന്ത് ചെയ്യും, ഇവരൊക്കെ ഞാനില്ലെങ്കിൽ ജീവിക്കലല്ല, ഇങ്ങനെയുള്ള പൊട്ടത്തരം നമ്മുടെ തലയിൽ കയറും.
മനസ്സിലായി. നമ്മളില്ലെങ്കിൽ നമ്മളുണ്ടായിട്ടാണ് ഇവരൊക്കെ ജീവിക്കണം എന്നുള്ള ഒരു പൊട്ട ബുദ്ധിയുണ്ടല്ലോ. മനസ്സിലായി. ഞാൻ കാരണമാണ് ഇവിടെ മറ്റുള്ളവരൊക്കെ സമാധാനത്തിലിരിക്കുന്നത്. മനസ്സിലായി. നമ്പർ 1 ക്ലാസിക്കൽ വിഡ്ഢിത്തരമാണ്. അതും അഹങ്കാരമല്ല. അതും അഹങ്കാരമാണ്. ഞാൻ എൻ്റെ സൗകര്യത്തിനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട ഭാഗം മെച്ചപ്പെടുത്താനാണ് ഞാൻ ക്ലബ് ഹൗസിൽ വന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതൊക്കെ എൻ്റെ അനുഭവത്തെ മെച്ചപ്പെടുത്താൻ, എൻ്റെ ആക്ടിവിറ്റിയാണത്. മനസ്സിലായ? അത് എൻ്റെ ആക്ടിവിറ്റിയാണ്. കാരണം അതുവഴി ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നു. അത് എൻ്റെ ആക്ടിവിറ്റി, എപ്പോഴും ആക്ടിവിറ്റിയാണ്. മനസ്സിലായ? എന്നിട്ട് എന്ത് കിട്ടുമെന്നുള്ളതല്ല, അവിടെ കൃത്യമാണ്, അവിടെ അനുഭവിക്കുകയാണ്. ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുകയാണ്. അതിനകത്ത് നിന്ന് കോൺസിക്വൻസ് അല്ല, അവിടെ ആ അനുഭവത്തിൽ തുടരുകയാണ്. അതിൻ്റെ കോൺസിക്വൻസിൽ വലിയ പ്രസക്തിയില്ല. പക്ഷെ ഈ അറ്റാച്ച്മെന്റിൽ പെട്ടിട്ട്, അതായത് ഇപ്പൊ കുടുംബം ഒക്കെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള അറ്റാച്ച്മെന്റിൽ പെട്ടിട്ട്, പക്ഷെ പുറത്ത് പ്രസന്റ് ചെയ്യുന്നത് എന്റെ ധർമ്മമാണത് എന്നാണ് പ്രസന്റ് ചെയ്യുന്നത് ആര്? കൂടുതൽ ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ. അതെ. അപ്പം അനുഭവത്തെ വിട്ടില്ലേ? അനുഭവത്തെ വിട്ടു. അതെ, അനുഭവത്തെ വിടരുത്. എന്ത് വന്നാലും അനുഭവത്തിൽ നിൽക്കുക. മനസ്സിലായോ? ഇത് അനുഭവിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷനും അടിസ്ഥാനപരമായിട്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ഉണ്ടാകണം കയ്യിൽ. മനസ്സിലായി? എന്നാൽ മാത്രമേ നമുക്ക് ആ അനുഭവം എന്താണെന്ന് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അത് ക്ലിയർ ആകത്തുള്ളൂ, അല്ലെ ക്ലിയർ ആകത്തില്ല. അത് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവൃത്തി വേണ്ടേ? നമുക്ക് തെളിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ചലിപ്പിക്കുന്നത്, എന്താണ് നമ്മളെ ചലിപ്പിക്കുന്നത്, അത് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. എന്താണ് നമ്മളെ ചലിപ്പിക്കുന്നുള്ള ഭാഗം അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ആശ്വാസമുള്ളൂ. അതാണ് നമ്മുടെ സമാധാനം, നമ്മുടെ നേർവഴി എന്ന് പറഞ്ഞത് അതാണ്. ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമാണ്. അല്ല, നമ്മളുടെ അടുത്ത് ആരൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കേൾക്കാം. നമ്മൾ കേൾക്കുക എന്നുള്ളൊരു ഭാഗം, ഈ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ ഭാഗം വെറുതെയാണ് കേട്ടോ. മനസ്സിലായോ? നമ്മൾ മറുപടി പറഞ്ഞ് എന്താണ് മറുപടി എന്ന് പറയണത്? മറ്റാൾ എടുത്തു വച്ചിരിക്കുന്ന തീരുമാനത്തിൽ നമ്മൾ കൊടുക്കുന്ന മറുപടി അയാളുടെ തീരുമാനത്തിൽ മാറ്റം വരുന്നത്, അയാളുടെ അഹങ്കാരത്തിലാണ് ഈ മാറ്റം വരുന്നത്. അല്ലേ? അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന രൂപത്തിലാണ് ഈ സംസാരിക്കുമ്പോൾ മറുപടി. അയാൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? അഹങ്കാരത്തിലാണ്. പിടികിട്ടിയ ഇപ്പോൾ പറയുന്നു, ഇയാൾ പറഞ്ഞതൊക്കെ ഇയാൾ ഭയങ്കര സംഭവമാണ് കേട്ടാ പറയണത്, ഇയാൾ എന്ത് പൊട്ടത്തരമാണ് പറയണത്. ഇത് രണ്ടും അഹങ്കാരത്തിലാണ്. ഒരാൾ സംസാരിക്കുന്നത്, തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്, അതെ. ഇപ്പോൾ ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അവൻ കിടന്നുറങ്ങണ വേണ്ടില്ല, അഹങ്കാരത്തിൽ അവൻ്റെ ഉറക്കം ശരിയല്ല എന്നെല്ലാവരും പറയുക. അതുപോലെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആ ഒരു ശാന്തതയിലായിരിക്കണം. മനസ്സിലായോ? അവിടെ നമ്മളെപ്പോഴും ആ ശാന്തതയിലായിരിക്കണം. അല്ലാണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലടാ, എല്ലായ്പ്പോഴും. നമ്മുടെ അടുക്കൽ ഇപ്പോൾ ഒരു സജഷൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കത്തില്ല, അപ്പോൾ അവരോട് അല്ല, നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ്? എടുത്തോട്ടെ സെബാസ്റ്റ്യൻ, എന്നെ മോഡാക്കണ്ടായിരുന്നു. പെർമിഷൻ അതങ്ങ് എല്ലാരും തുല്യരാണെന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ ഓക്കെ. മോഡ് ആ പച്ചക്കുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അതെന്റെ വ്യക്തിപരമായിട്ട്. ഓക്കെ, ഞാൻ എടുത്തോട്ടെ വിജയ പെർമിഷൻ. ആരാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ബിജു ആണെന്ന് തോന്നുന്നു. ബിജു ഷായി പറഞ്ഞു. പെർമിഷൻ ബിജു.
അരുണാണ് പറഞ്ഞോ, വി എസ് പറഞ്ഞോ, വി എസ്. അല്ല, താങ്കളിപ്പോ പറഞ്ഞത് മനുഷ്യന്റെ ഒരു കാര്യത്തിനകത്ത് ഈ എന്റെ ധാരണ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്ന കാര്യമല്ല. മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അക്യുമുലേറ്റ് നോളജ് എന്ന് പറയുന്ന ഒരു കാര്യം. അക്യുമുലേറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. എന്നാലും ഈ പറയുന്ന ഒരു വേറെ ഏതോ ജീവിവർഗങ്ങളാണെങ്കിലും അവരുടെ പൂർവ്വ പിതാക്കന്മാര് എഴുതി വെച്ച കാര്യങ്ങളിനകത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്ന ഒരു കാര്യം വേറൊരു ജീവിക്കുമില്ല. കാരണം മനുഷ്യൻ അതുണ്ട്, അത് മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഒരു പൂച്ച, ആ ഒരു പൂച്ചക്കുട്ടിക്ക് അടുത്ത അവന്റെ പൂർവികരുടെ കാര്യങ്ങൾ എഴുതി വെക്കാനോ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാനോ പറ്റില്ല. ഒരു കാക്ക കൂടുണ്ടാക്കുന്നുണ്ട്, പണ്ട് തൊട്ടേ കൂടുണ്ടാക്കുന്നുണ്ട്. ആ കൂടുണ്ടാക്കുന്നതിനകത്ത് ഒരു അടുത്ത ഡെവലപ്മെന്റിലേക്ക് വരാനുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. മനുഷ്യന് മാത്രമുള്ളൊരു ഇതാണ് ഈ അക്യുമുലേറ്റ് നോളജ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് എന്റെ ധാരണ, എന്റെ ബോധം, ഇത് എങ്ങനെയാണ് റെലവെന്റ് ആകുക? ഒന്ന് വിവരിച്ച കൊള്ളാം. അത് നമ്മൾ വിവരിക്കുന്ന ഭാഗം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് വിവരിക്കുന്ന ഭാഗം ഉണ്ടാകത്തില്ല. അത് ഇപ്പം എനിക്കിത് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത് ആരുടെയും വിവരണം കിട്ടിയിട്ടല്ല. ഞാൻ ജീവിക്കുന്നത് ശരീരം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അനുഭവമുണ്ട്. വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചാണ് ഞാൻ ജീവിക്കുന്നു. എൻ്റെ അനുഭവം എന്ന് പറയുന്ന ഇതാണ്. ഇത് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കുന്നൊരു ഭാഗം ഇവിടെ ഇല്ല. ഇതിന് ഒരു തെളിവ് കൊടുക്കുകയോ അങ്ങനെ ഒരു ഭാഗമൊന്നും നമ്മുടെ താല്പര്യത്തിൽ എങ്ങും കണ്ടുവരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഒരു വ്യക്തിക്ക് തിരിച്ചറിയാനും അനുഭവിച്ചിരിക്കാനും സാധിക്കുന്നു എന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. എത്രത്തോളം നന്നായിട്ട് അനുഭവത്തിൽ തുടരാൻ പറ്റുന്നു. അതുകൊണ്ട് ഇതാണ്, ഇത് ശരിയാണ്, തെറ്റാണ് എന്നൊക്കെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള യാതൊരു താല്പര്യവും നമ്മളിൽ ജനിക്കുന്നില്ല. നമ്മളിൽ ജനിക്കുന്നത് നമ്മളായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനുള്ള സവിശേഷതകൾ മാത്രമാണ്. അത് അക്യുമുലേറ്റഡ് ആണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അത് എങ്ങനെയാണെങ്കിലും ഇതിങ്ങനെ അനുഭവിക്കുന്ന ഭാഗം, നമ്മുടെ താല്പര്യം നമ്മളെ വളരെ മനോഹരമായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ, എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളിൽ അനുഭവത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, അത് എത്രത്തോളം മാറ്റാനുള്ള സൗകര്യങ്ങൾ അനുഭവത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ്. അതല്ലാതെ നമ്മൾ ആരെയും വെല്ലുവിളിക്കുകയോ ശരിയാണോ തെറ്റാണോ ഇങ്ങനെയുള്ള ഭാഗമൊന്നും, അതിനുള്ള യാതൊരു സാധ്യതയും നമ്മുടെ കൈവശം ഇല്ല. നമ്മളങ്ങനെ ഒരാൾ വന്നിച്ചും ഇങ്ങനെ പഠിപ്പിച്ചു, അയാളുടെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ്, അങ്ങനൊരു കോൺസെപ്റ്റും ഇവിടെ നമ്മളുടെ അനുഭവത്തിലില്ല. എന്താണ് സയൻസ് പഠിപ്പിക്കുന്നത്? അതുമില്ല. മനസ്സിലായോ? മതം എന്താ പഠിപ്പിക്കുന്നത്? അതുമില്ല. ശരീരത്തിൽ ജീവനുണ്ട്, ജീവൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാക്സിമം റിച്ചായിട്ട് എടുത്തോട്ടെ. ഓ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഹ്യൂമൻ ലൈഫിൽ അത് പോസിബിൾ ഉള്ള കാര്യമല്ല. ഒരു മൗഗ്ലി ആവാനോ അല്ലെങ്കിൽ ഒരു നമ്മള് ഐവാൻ ഹോ, റോബിൻസൺ ക്രൂസോ ഒക്കെ ആവാനോ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. മനുഷ്യന് ഈ പറയുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം സമൂഹ ജീവിയാണ്. ഒരു പെറ്റിട്ട് വീണ് കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ടുള്ള കഴിവുകളിലൂടെ ജീവിക്കാനേ പറ്റില്ല. പ്രത്യേകിച്ച് മനുഷ്യന്. ബാക്കിയുള്ള ജീവികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മീൻസ് ഒരു കാട്ടിലൊരു കടവ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ചത്തു കഴിഞ്ഞാലും അത് ജീവിക്കുമായിരിക്കും. മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഓരോ വ്യക്തിത്വവും അങ്ങനെയാണെന്ന് പറയുന്നത് സമൂഹമാണ് ഫോം ചെയ്യുന്നത് നമ്മളെയൊക്കെ. താങ്കളിപ്പോ സെബാസ്റ്റ്യൻ ഇപ്പൊ പറയുന്ന പല കാര്യങ്ങളും അക്യുമുലേറ്റ് ആയിട്ടുള്ള നോളജാണ്. പല കാര്യങ്ങളിൽ വെച്ചിട്ട്, അല്ലാണ്ട് നിങ്ങളുടെ ഒരു ആത്മാവോ വ്യക്തിത്വം അല്ല ഇത്. നിങ്ങൾ എങ്ങനെയാ അത് ഡിഫൈൻ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഏത് കൺസെപ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വി ആർ എ സോഷ്യൽ ബീങ്. ആ സൊസൈറ്റിയുടെ ഭാഗമാണ് നമ്മള്. ആ ഭാഗം അല്ലാതെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ എന്നെ മിക്കവാറും ഞാൻ അതിന് എതിരായിട്ടുള്ള ഒറ്റയാനാണെങ്കിൽ, പ്രത്യേകിച്ച് മനുഷ്യന്റെ കാര്യത്തില് ആനയുടെ കൂട്ടത്തിലൊക്കെ ഒറ്റയാനെ തെരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു സമൂഹത്തിൽ ഒറ്റയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. എല്ലാത്തിനും എതിരിടുവാണെങ്കിൽ എന്റെ അസ്തിത്വം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് കൺസെപ്റ്റിൽ ഇത് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല സെബാസ്റ്റ്യൻ സാറേ. കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മൾ ഒന്നിനെ എതിർക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഭാഗം അങ്ങനെയൊന്നും യാതൊരു സൂചനയും നമ്മുടെ അനുഭവത്തിലില്ല. ഇതെന്താണോ, ഇത് പ്രവർത്തിക്കുന്നുണ്ട്, ഇത് അനുഭവിക്കുന്നുണ്ട്, എന്തെല്ലാം ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അത് ചേർന്നിട്ട് ഒറ്റ മിനിറ്റ്. ഞാൻ അല്ല നമ്മൾ അല്ലേ? അല്ലേ? അപ്പോൾ ഞാൻ അതിനകത്ത് എഗ്രി ചെയ്യുന്നു. ഞാനല്ല നമ്മൾ. നമ്മളെന്ന് പറയുന്നത് സൊസൈറ്റി, അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വമല്ല, എന്റെ എന്നുള്ള വ്യക്തിത്വമല്ല, നമ്മൾ. അത് ഞാൻ അപ്പോൾ ആ സ്റ്റേജിലാണെങ്കിൽ ഓക്കെ, ഐ ആം വിത്ത് യു. ഞാനെന്ന് പറയുന്ന ഒരു ഭാവത്തിൽ എനിക്ക് ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാത്തിനെയും എതിർത്തിട്ട് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി മനുഷ്യവംശത്തിലില്ല. അതേ പറഞ്ഞുള്ളൂ. നമ്മൾ എന്ന് പറയുവാണെങ്കിൽ ഐ ആം ഡു വിത്ത് യു. ഇവിടെ ഇതൊന്നും എൻ്റെ തീരുമാനമൊന്നുമല്ല, ഇതിലൊന്നിലും എൻ്റെ തീരുമാനമൊന്നുമില്ല. ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊന്നും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടാണെന്നുള്ളൊരു ഭാഗം ഉണ്ടെങ്കിലും ആയിക്കോട്ടെ, നമുക്കതിനകത്തൊന്നും യാതൊരു എതിർപ്പോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, ആ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം ഉണ്ടെന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു തുടരാൻ സാധിക്കുമെന്നുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരാളെ തള്ളിക്കളയോ ഒരാളെ നിഷേധിക്കുകയോ ഒറ്റപ്പെട്ട് മാറുകയോ എതിർക്കുകയോ അങ്ങനെയുള്ള യാതൊരു സാധ്യതയും അനുഭവത്തിലില്ല. അങ്ങനൊരു താല്പര്യവും കാണുന്നില്ല. എന്തെല്ലാം ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ നല്ല അവസ്ഥ അനുഭവിക്കുന്നു. അല്ല അതല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് എന്താണ് ഞാനെന്ന് പറയുന്നത്? ഞാനെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കൊണ്ടാണ്, അത് എന്തെല്ലാം ചേർന്ന ഞാനെന്ന് പറഞ്ഞാലും നമ്മളെന്ന് പറഞ്ഞാലും അപ്പോഴും വ്യത്യാസമൊന്നുമില്ല. അനുഭവം അങ്ങനെ തന്നെയാണ്. അനുഭവം ഞാനെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള അന്തരീക്ഷത്തിലൊരു മാറ്റമില്ല, നമ്മളെന്ന് പറഞ്ഞപ്പോഴും അന്തരീക്ഷത്തിലൊരു മാറ്റമില്ല. രണ്ടും പറയുമ്പോഴെല്ലാം ഒരുപോലെ തന്നെ ചുറ്റുപാടും അതുപോലെ നിൽക്കുന്നു. രണ്ട് കൈയും കാലും കണ്ണും കാതും മൂക്കും എല്ലാം ഞാനെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയുണ്ട്, നമ്മളെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഇത് കാലങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയുണ്ട്. ഓരോരുത്തരുടെ തീരുമാനങ്ങൾ, ചിലവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു, താല്പര്യം പ്രകടിപ്പിക്കാതെ എതിർക്കുന്നു, അപ്പോഴും ഇത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നിരന്തരം മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നുമുണ്ട്. അതിൽ നമുക്ക് ആശ്വാസമുണ്ട്, നമുക്കതിനകത്ത് സംതൃപ്തിയുണ്ട്. അതിന് നമുക്ക് യാതൊരു തർക്കവും ഇതിനകത്ത് എങ്ങും കാണുന്നില്ല. അപ്പം ഈ പിന്നെ സംതൃപ്തി എന്ന് പറയുന്നത് പേഴ്സണൽ ആണല്ലേ? മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴും ഇവരിങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് സംതൃപ്തി ഉണ്ട്. സംതൃപ്തി എന്ന് പറഞ്ഞത് ഓരോ വ്യക്തിക്ക് ഉണ്ടാവുന്ന കാര്യമാണ്, അതിനു മേലെ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. താങ്കളുടെ സംതൃപ്തി എന്ന് പറയുന്നത് എന്റെ സംതൃപ്തി ആവത്തില്ല. അത് തന്നെയല്ലേ താങ്കൾ ഇപ്പൊ പറഞ്ഞത്. മറ്റുള്ളവർ പറയുന്നതെല്ലാം കേൾക്കുമ്പോഴും എനിക്കിത് തോന്നുന്നുണ്ട്, സോ എനിക്ക് അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടം എന്റെ ഇഷ്ടം ആവണമെന്നില്ല. അപ്പൊ അതിനെങ്ങനെ എല്ലാവർക്കും ഒരേ ഇഷ്ടമാവത്തുമില്ലല്ലോ. ഇല്ല, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടത്തിൽ നമ്മൾ എന്ന് പറഞ്ഞ മനുഷ്യർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതെ. പിന്നെ നമ്മുടെ സംതൃപ്തി അല്ല വേറൊരുത്തന്റെ സംതൃപ്തി. ഒന്നും നമ്മൾ നമ്മുടെ സംതൃപ്തി തന്നെ മറ്റൊരാൾക്കാകണമെന്ന് തീരുമാനിക്കത്തക്ക രീതിയിൽ യാതൊരു സാധ്യതയും നമ്മളിൽ കണ്ടുവരുന്നില്ല. എൻ്റെ സംതൃപ്തി എന്താണെന്ന് ഞാൻ മാത്രം അറിയുന്നു. അത് ഇത് തന്നെ മറ്റൊരാൾക്കാകണമെന്ന് പറയത്തക്ക രീതിയിൽ
മറ്റൊരാളെ എനിക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല, ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്? ഇപ്പം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംതൃപ്തനാണോ? അല്ല അത് അല്ല, ഒരു വൺ ടു വൺ ക്വസ്റ്റ്യൻ ആണ്, അല്ല എനിക്കൊരു ചെറിയൊരു ആവശ്യത്തിനാണത്. അല്ല അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാർമോണിയസ് ആണ്, സംതൃപ്തനാണ്. സംതൃപ്തനാണ്. എൻ്റെ ലൈഫ് വളരെ പീസ്ഫുള്ളാണ്. അങ്ങനെയാണെങ്കിൽ, അതിനാണ് എനിക്ക് ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ താങ്കൾ സംതൃപ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ എന്തിനാണ് ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ? മറ്റുള്ളവരെയും കൂടെ സംതൃപ്തനാക്കണം എന്നുള്ള സംതൃപ്തി താങ്കൾക്കുണ്ട്. അപ്പം താങ്കൾ പൂർണ്ണമായിട്ട് സംതൃപ്തനല്ല. ബാക്കിയുള്ളവരും കൂടെ സംതൃപ്തരാവട്ടെ എന്നുള്ളൊരു സംതൃപ്തി ബാക്കി കിടക്കുന്നുണ്ട്. ഐ തിങ്ക് യു ഗെറ്റ് മീ. ഇല്ല, ഒന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. മനസ്സിലായില്ല? താനെന്തെന്ന് പറഞ്ഞാൽ മറ്റേ ഡയലോഗ് പറഞ്ഞ പോലെ ആയിപ്പോയി, എനിക്കും തോന്നിയിട്ടുണ്ടത്. അതെ, എനിക്കൊന്നുമില്ല അവിടെ. ശരിക്കും പറയാം, അതിൽ താങ്കൾ പൂർണ്ണമായിട്ട് സംതൃപ്തനാണ് താങ്കളുടെ ജീവിതത്തിൽ നിന്ന് താങ്കൾ പറയുന്നു. ആ താങ്കൾ ഇതേപോലെ ക്ലബ് ഹൗസിൽ ഒരു ചർച്ച നടത്തിയിട്ട് മറ്റുള്ളവരെ പ്രബോധനം ചെയ്യാൻ പോകേണ്ട ആവശ്യം എന്താണ്? കാരണം ബാക്കിയുള്ള മനുഷ്യരൊക്കെ സംതൃപ്തരല്ല, അവരെയും കൂടെ സംതൃപ്തിയിൽ അടച്ചിട്ടേ ഞാൻ സംതൃപ്തനാവത്തുള്ളൂ. ധാരണയല്ലേ അത്? അല്ല BS, ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഒന്നുമില്ല. അല്ല ഇങ്ങനൊരു ഏകദേശം സഭാഷന് താങ്കളെ പോലെ തന്നെ ഇതേപോലെ എന്താ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള തോട്ടാണ് എൻ്റെത്. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ തോട്ടിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. ചോദ്യം ചെയ്യില്ല എന്ന് പറയൂ. നമ്മൾ എന്ന് പറയുമ്പോൾ അത് ആവശ്യമില്ല. ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങളെ. നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കുന്നു നിങ്ങളുടെ താല്പര്യത്തിനുള്ള കാര്യങ്ങൾ, നിങ്ങൾ പറയുന്നു. അത് ആയിക്കോട്ടെ, നമ്മളതിനെ സ്വീകരിക്കുന്നു. നമുക്കതിനകത്ത് യാതൊരു എതിർപ്പുമില്ല. നിങ്ങളുടെ സാന്നിധ്യം നമ്മളെ സംബന്ധിച്ചോളം വളരെ വിലപ്പെട്ടതാണ്. ഓരോ വ്യക്തിയുടെ, കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ സജീവമായിട്ടിരിക്കുന്നത് ചുറ്റുപാടുമുള്ളതെല്ലാം അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ ക്ലബ് ഹൗസിലെന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെന്നോ നാട്ടിലെന്നോ ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ആ ഭാഗത്തിൻ്റെ തുടർച്ച മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതൊക്കെ ചെയ്താലേ നടക്കത്തുള്ളൂ. ഇങ്ങനെയാണ് സംതൃപ്തമായിട്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് സംതൃപ്തമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരുന്നിട്ടല്ല. ഈ ഭാഗത്തെല്ലാം എന്തെല്ലാം ചേർന്നു. ഇതെല്ലാം ഇവിടെ ഇങ്ങനെയാണ്. മനുഷ്യരുണ്ട്, മനുഷ്യരായിട്ട് സഹകരിക്കുന്ന ഭാഗമുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് എൻ്റെ സംതൃപ്തി. അതല്ലാണ്ട് ഞാൻ ആരെയും ഒഴിവാക്കി ഞാനായിട്ടെടുത്തൊരു തീരുമാനമാണ്, അങ്ങനെയല്ല. ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള അന്തരീക്ഷത്തിൽ മനുഷ്യരുണ്ട്, മനുഷ്യരായിട്ട് സഹകരിക്കേണ്ടടുത്ത് സഹകരിക്കുന്നു. അത് സ്നേഹത്തോടുകൂടി സഹകരിക്കുന്നു. ആരെയും ചോദ്യം ചെയ്യേണ്ടി വരുന്നില്ല. നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിനകത്ത് എനിക്ക് വിരുദ്ധ അഭിപ്രായവും ഇല്ല. പക്ഷേ ഉത്തരം എനിക്കൊന്നുകൂടെ പറയാനില്ല. എന്തുകൊണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കഴിവെനിക്കില്ല. ആ കഴിവില്ലാത്തതിൽ എനിക്ക് യാതൊരു ദോഷവുമില്ല. എൻ്റെ പ്രാപ്തി എന്നെ ഞാൻ അനുഭവിക്കുന്നു. ക്ലബ് ഹൗസിൽ വന്നിരുന്ന് സംസാരിക്കാൻ തോന്നുന്നു, സംസാരിക്കുന്നു. അതിലും ഞാൻ സംതൃപ്തനാണ്. സംസാരിക്കാൻ അങ്ങനെ ഒരു ക്ലബ് ഹൗസ് ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിലില്ല. എന്തൊക്കെയുണ്ട് അതെല്ലാം ഉപയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? കൊണ്ടുവരുന്നു. അല്ല, ഇല്ലാത്തൊരു സംഭവം വേണമെന്നോ ഉള്ളൊരു സംഭവത്തെ നിഷേധിക്കണമെന്നോ അങ്ങനെയൊരു താല്പര്യവുമില്ല. എന്താണ് ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്നത്? ഈ അന്തരീക്ഷത്തിൽ എന്തെല്ലാം ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരാൾ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ല, അങ്ങനൊരു തീരുമാനം നമ്മുടെ കൈവശം ഇല്ല. അങ്ങനൊരു താല്പര്യവും ഇല്ല. നമസ്കാരം. നന്നായിട്ട് പോകുന്നു. അല്ല, ഇതെപ്പോഴും വളരെ മനോഹരമായിട്ട് പോകുന്നു ഡിസൈൻ. മലയാളിയല്ലേ? അപ്പം നമ്മൾ മലയാളത്തിലാണ് ഡിസ്കഷൻ. അത് കുഴപ്പമില്ല. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. അല്ല, വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കാം. നമ്മൾ ഇറങ്ങുന്ന
സമയത്ത്. നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഡിസ്കഷൻ റൂമിൽ കൊണ്ടുവന്ന് മലയാളത്തിലാണ്. എന്ത് പറ്റി പിള്ളേർ? താഴത്തോട്ട് പോയാ? അയാള് താഴെ പോയോ? അല്ല സെബാസ്റ്റ്യൻ, അതിനകത്ത് എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. മലയാളം അയാൾക്ക് അറിയുമായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് പ്രൊഫഷൻസി ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും. എന്തായാലും നമുക്ക് ലാംഗ്വേജ്, മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഒക്കെ നമുക്കും അറിയാവുന്നതല്ലേ. അതിനെന്താ പ്രശ്നം? നമ്മളിപ്പോ ഇത് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മള് ഭാഷകള് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ആണ്. പുള്ളിക്കാരൻ ചിലപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു, അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കും, മലയാളം അറിയായിരിക്കാം, പക്ഷെ അയാൾക്ക് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൽ അത് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിനെ നമ്മൾ എന്തിനാ ഡിലേ ചെയ്യേണ്ട ആവശ്യം എന്താ? ഞാൻ പറയുന്ന അതിന് എത്രയോ ഇംഗ്ലീഷ് വാക്കുകൾ വരുന്നുണ്ട് അല്ലെ, അതിന്റെ ആവശ്യമുള്ളൂ. ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ. അത് നമ്മൾ റൂം ഇടുമ്പോൾ നമ്മൾ ഈ റൂം ഇടുന്നതിന് നമുക്കൊരു താല്പര്യമുണ്ട്. നമ്മളിതിനകത്ത് മലയാളം സംസാരിക്കാനും മലയാളം അറിയാവുന്നവർ കൂടുതലുണ്ട്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. നമ്മൾ വേറെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി റൂം ഇടാറുണ്ട്. പക്ഷേ അവിടെ അപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമേ ടോക്ക് കൊണ്ടുപോകാൻ നോക്കാറുള്ളൂ. ഇതിപ്പം മലയാളം ഇതിൽ കൊണ്ടുപോകാനുള്ള താല്പര്യത്തിലാണ്. നമ്മളിത് അല്ല ബി എസ് എ നമ്മളിത് ഒരു മിനിറ്റ് നമ്മളിത് രാവിലെ ഇത് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഈ എൻ്റെ ടോക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. മനസ്സിലായി? ഈ ടോക്കെല്ലാം നമ്മളെടുത്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് മലയാളത്തിലുള്ള ഒരു ചാനലാണ്. അതുകൊണ്ടാണ് നമ്മളിത് മലയാളത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായി? അല്ല, നമുക്ക് ഇംഗ്ലീഷിലുള്ള ഗ്രൂപ്പുണ്ട്. ഇംഗ്ലീഷിലുള്ള ചാനൽ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഇടും. മനസ്സിലായോ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എനിക്ക് താങ്കളോട് കൃത്യമായിട്ട് എതിർപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. അത് ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ. അയാൾക്ക്, എനിക്കൊരു ഇംഗ്ലീഷുകാരനെ നന്നായിട്ട് അറിയാം, അവന് മലയാളം നന്നായിട്ട് അറിയാം, പക്ഷെ അവന് മലയാളം സംസാരിക്കാൻ അറിയില്ല. അവൻ കാര്യങ്ങളൊക്കെ അവനറിയാം. ഞാൻ മലയാളം പറയുമ്പോൾ അവൻ കൃത്യമായിട്ട് അതിന് ഇംഗ്ലീഷ് എന്നോട് സംസാരിക്കും. അതിനെന്താ പ്രശ്നമുള്ളത്? അല്ല, ഇതിന് പ്രശ്നമുണ്ടെന്ന് ആരും പറഞ്ഞില്ല. ഒരു വ്യൂ നമ്മുടെ ഒരു തോട്ട്, അത് നമ്മൾ പ്രോസസ് ചെയ്യുമ്പം ലാംഗ്വേജ് ഒരു ബാരിയറേ അല്ല അവിടെ. അല്ല, ആണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. മാത്രം സംസാരിക്കണം എന്ന് പറയുന്ന ഒരു പ്രജുഡിസ്, ഒരു എന്താ ഒരു ധാർഷ്ട്യം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ ഇവിടുത്തെ തീരുമാനം ഇത് മലയാളത്തിൽ ഡിസ്കഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം അങ്ങനെയാണ്. ആയിക്കോട്ടെ, അതായിക്കോട്ടെ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മലയാളം അറിയാവുന്ന ഒരാളാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാനായിട്ടുള്ള അവസരമുണ്ട്. മലയാളത്തിലാണെങ്കിൽ നമുക്കിവിടെ ഡിസ്കഷൻ പോസിബിളാണ്. മനസ്സിലായോ? കാരണം അത് ഏതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയാം. എനിക്ക് മറാഠി നന്നായിട്ട് അറിയാം, പക്ഷെ മറാഠിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഞാൻ ഹിന്ദിയിലോട് അവരോട് സംസാരിക്കുന്നത്. എന്റെ വ്യൂ കൺവേ ചെയ്യാൻ ഒരു അവസരം ഒരാൾക്കുണ്ടെങ്കിൽ അവർ ഏത് ലാംഗ്വേജ് സംസാരിച്ചോട്ടെ. വയ്യോ, നിങ്ങൾ എന്തിനാ ഈ ഒരു സ്റ്റബൺ ക്യാരക്ടർ? ഐ ഡോണ്ട് ഗെറ്റ്. യൂട്യൂബിൽ ഇടുവാണെങ്കിൽ ഇതെല്ലാരും ഒന്ന് കേൾക്കട്ടെ. ഓക്കെ, കൺവേ ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ് ലാംഗ്വേജ് അല്ലേ? അത് മലയാളം എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. മലയാളത്തിൽ തന്നെ സംസാരിക്കണം. മലയാളം അറിയുന്ന ഒരു വ്യക്തിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് കന്നഡ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. തെലുങ്ക് എനിക്ക് നന്നായിട്ട് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ എനിക്ക് തെലുങ്കിൽ സംസാരിക്കാൻ അറിയില്ല. ആ സമയത്ത് ഞാൻ തമിഴിലോ കന്നഡയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിക്കും. ആ ഗ്രൂപ്പിലൊക്കെ അവരെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. നീ പിന്നെ തെലുങ്ക് മാത്രം ഇവിടെ പറയണമെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. താങ്കൾ എന്തിനാ ഇത്രയും വലിയ ഒരു മലയാളത്തിൽ തന്നെ സംസാരിക്കണം? അവരെ മനസ്സിലാക്കി അവരെ അറിയുന്ന ലാംഗ്വേജിൽ പറയട്ടെ. അതിനെന്താ താങ്കൾക്ക് എന്താ വിഷമം?
അല്ലേ? അല്ല, നമ്മുടെ താല്പര്യം. പ്പോഴാണ് VS സംസാരിക്കാൻ തുടങ്ങിയത്. VS ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് ഓർത്തോണ്ട് വേണം സംസാരിക്കാൻ. തീർച്ചയായിട്ടും അത് ഒരു ഗുരുഭക്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ.